ഹായ് ഹലോ മക്കളെ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന 2-3 കാര്യം പറയാൻ കൊണ്ട വേറെ ഒന്നുമല്ല. ഈ ഇവിടെ ഭയങ്കര തിരക്കിലാണ് ഞാൻ. ആ തിരക്കിനിടയ്ക്കാണ് ഞാൻ ഇപ്പോൾ വന്നിങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളുടെ ഈ നസീറിൻ്റെ കാലഘട്ടത്തിലും മധുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ ജീവിക്കുന്ന കുറേ അമ്മാവന്മാരുണ്ട്. ഈ പിന്നെ അതുപോലെ തന്നെ ജയഭാരതിയാണോ ജയലളിതയാണോ അങ്ങനെ 2-3 ശീല അവരുടെയൊക്കെ കാലഘട്ടങ്ങളിൽ വരുന്ന കുറച്ച് അമ്മച്ചിമാരുണ്ട്. പഴയ കുറേ നിയമങ്ങളും ഒക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്ന ആ അപ്പാപ്പന്മാർക്കും ആ അമ്മായിമാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. പിന്നെ കുറേ സദാചാര തിണ്ടികളും. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ കാറ്ററിംഗ് വർക്കിന് പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എവിടെ ജോലിക്ക് പോകുന്നതെന്ന് എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. മനസ്സിലായോ? എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, എനിക്ക് ജീവിക്കാൻ കൊണ്ട്. പിന്നെ ഈ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന അമ്മാവന്മാരോട് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല. ഇപ്പം ഞാൻ പോകുന്ന കാറ്ററിംഗ് വർക്കാണ്. ഞങ്ങൾ ചിലപ്പം ലോങ്ങൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ തിരിച്ചു വരാൻ നല്ല ലേറ്റാവും. ഡിന്നർ വർക്കിന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്നത് ചിലപ്പം മൂവാറ്റുപുഴ, ചിലപ്പോൾ അല്ലേ കോതമംഗലം, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും പോകുന്നത്. അതുപോലെ ഡിന്നർ കഴിഞ്ഞ് വരുമ്പോൾ 1 മണി 2 മണിയൊക്കെ ആവും. അവിടെ നിന്ന് തിരിക്കുമ്പോൾ 1 മണി 2 മണി, വീട്ടിൽ വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു 3 മണിയൊക്കെ ആവും. തിരിച്ച് പിറ്റേ ദിവസം ഞങ്ങൾക്ക് ലഞ്ച് കാണും. അപ്പോൾ രാവിലെ 6 മണിയാകുമ്പോഴത്തേക്കും പോകേണ്ടി വരും. അങ്ങനെ 2-3 വർക്കും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ വേറെ ഒരു കുൽസിത പരിപാടിക്കല്ല പോകുന്നത്. കാറ്ററിംഗ് വർക്ക് എന്ന് പറയുമ്പോൾ കുൽസിത പരിപാടിക്ക് പോകുന്ന ഒരു ഇതായിട്ടാണ് ഈ അമ്മാവന്മാർ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നിങ്ങൾ പോയി നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. മറ്റുള്ളവരുടെ കാര്യത്തിൽ വന്ന് തലയിടാതിരിക്കാൻ നോക്കാതിരിക്കുക. പിന്നെ നസീറിൻ്റെ കാലഘട്ടത്തിൽ കിടക്കുന്ന അമ്മാവന്മാരുടെ അടുത്തൊന്നും പറഞ്ഞ കാര്യമില്ല. അമ്മാവ ഇപ്പോൾ കാലം മാറി, 2025 ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ അങ്ങനെ കുറേ നടന്മാരൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ അവരുടെ കാലഘട്ടമാണ്. നിങ്ങൾ അത് മനസ്സിലാക്കുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ വാക്ക് ചുരുക്കുന്നു.